എൻ്റെ പേര് നിമിഷ. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാനിവിടെ 21/10/2023 ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ 4 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. എൻ്റെ ഈ മുന്നിരിക്കുന്ന 2 പിള്ളേരും, ഒരാൾ 31 ആഴ്ചയും ഒരാൾ 28 ആഴ്ചയും വീക്കിലുണ്ടായ പിള്ളേരായിരുന്നു. അപ്പോൾ എന്നോട് ഡോക്ടർമാർ പറഞ്ഞു, ഈ രണ്ടാമത്തെ കൊച്ച് 28 ആഴ്ച ആയതുകൊണ്ട് ഇനി ഉണ്ടാകുന്ന കൊച്ച് അതിലും 15 ദിവസം മുമ്പ് സർജറി ചെയ്ത് എടുക്കേണ്ടി വരും. കാരണം ആ കൊച്ച് അതിൽ കൂടുതൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ എനിക്ക് BP-യും അതേപോലെ തന്നെ ഷുഗറിനും, ഡെലിവറിക്ക് മുമ്പ് തന്നെ ഞാൻ 4 വർഷമായിട്ട് BP-ക്കും ഷുഗറിനും മരുന്നെടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അങ്ങനെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ച് തുടങ്ങി. പിന്നെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും BP ലോ ആയിരുന്നു. കാരണം എനിക്ക് എപ്പോഴും 160, 100, 180, 100 ഇങ്ങനെയായിരുന്നു എൻ്റെ BP പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ എപ്പോൾ ചെന്ന് നോക്കുമ്പോഴും 160, അല്ലെങ്കിൽ തന്നെ എൻ്റെ ഷുഗർ ലെവൽ എനിക്ക് എപ്പോഴും കുറവായിരുന്നു, ഷുഗർ കാണിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഷുഗറിൻ്റെയും BP-ൻ്റെയും ഗുളിക ഞാൻ നിർത്തി. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഡിസംബറൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. പെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ സർജറി ചെയ്തേക്കാം. ഞാൻ പറഞ്ഞില്ല, നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ പ്രാർത്ഥന മുൻപോട്ട് തന്നെ കൊണ്ടുപോയി. അങ്ങനെ 28 ആഴ്ച കഴിഞ്ഞു. അതുപോലെ തന്നെ 28, 29 അപ്പോഴൊക്കെ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോ, ഇല്ല കാരണം കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് 34 ആഴ്ച ആയപ്പോഴത്തേനും ഞാൻ സർജറി 34 ആഴ്ച കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, കൊച്ചിനെ CPAP-ലേക്ക് മാറ്റണം, കാരണം കൊച്ചിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാസം ഇവർ 28 ആഴ്ചയും മൂത്ത കൊച്ച് 31 ആഴ്ചയായി. 34 ആഴ്ചയായപ്പോൾ 34 ഇവരെക്കാളിലും 3 ആഴ്ച കൂടുതൽ എനിക്ക് ഈ കുട്ടീനെ കിട്ടി. അങ്ങനെ ഞാൻ ഇവരെ CPAP-ലേക്ക് മാറ്റി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആശുപത്രിയിലേക്ക് പോയപ്പം കൃപാസനം, കൊന്തയും അതേപോലെ തന്നെ തൈലവും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, കൊച്ച് 2 ആഴ്ച എന്തായാലും NICU കിടക്കണം, എന്നാലേ 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴേ നമുക്ക് കൊച്ചിനെ തരുള്ളൂ, 24 മണിക്കൂർ കഴിയാതെ കൊച്ചിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സർജറി കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ എനിക്ക് എപ്പിഡ്യൂറൽ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, നിമിഷയ്ക്ക് കൊച്ചിനെ കാണാൻ പറ്റത്തില്ല, എപ്പിഡ്യൂറൽ വെച്ച് കൊച്ചിനെ കയറി NICU കയറ്റാൻ അവർ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കിത് റിമൂവ് ചെയ്യുവാണെങ്കിൽ നിമിഷയ്ക്ക് കയറി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇത് റിമൂവ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, അസഹനീയ വേദനയായിരിക്കും, റിമൂവ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ചെയ്തേക്കാം, എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് കൊച്ചിനെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ വേദനകളെല്ലാം പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിമൂവ് ചെയ്തു ഞാൻ NICU ചെന്ന് ഞാൻ ഫസ്റ്റ് ചെയ്തത് എൻ്റെ കയ്യിൽ ഈ തൈലമായിട്ടായിരുന്നു ഞാൻ ചെന്ന് ഞാൻ കൊച്ചിൻ്റെ നെറ്റിയിൽ പ്രാർത്ഥിച്ച് തൈലം കൊണ്ട് കുരിശ് വരച്ചു. അങ്ങനെ ഡോക്ടർ അവരുടെ സമ്മതപ്രകാരമായിരുന്നു ഞാൻ കുരിശ് വരച്ചത്. അങ്ങനെ വരച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് 4-ാമത്തെ ദിവസം ഡിസ്ചാർജ് ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ, എൻ്റെ മാതാവേ, എൻ്റെ കുഞ്ഞും ഞാൻ ഡിസ്ചാർജ് ആകുന്ന അന്നത്തെ ദിവസം എൻ്റെ കുഞ്ഞിനെയും കൂടെ എനിക്ക് പോകാൻ പറ്റണേ, കാരണം ഓൾറെഡി ഡോക്ടർ 2 ആഴ്ച എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ നിരന്തരം അവിടെ എൻ്റെ ആശുപത്രിയിൽ ഞാൻ മെഴുകുതിരിയും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 4-ാമത്തെ ദിവസം രാവിലെ നമ്മുടെ പീഡിയാട്രിക് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നിമിഷേൻ്റെ കൊച്ചിനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം, യാതൊരു കുഴപ്പവും ഇല്ല, അപ്പോൾ കൊച്ചിനെയും കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന്. അതായത് 2 ആഴ്ച പറഞ്ഞെടുത്താണ് എനിക്ക് 4 ദിവസം കൊണ്ട് കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റിയത്. എൻ്റെ ഈ 2ാമത്തെ കൊച്ച് 30 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ കൈ കിട്ടിയത് വെൻറ്റിലേറ്ററിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് 4 ദിവസം കൊണ്ട് കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റിയത്. ഇന്ന് ഞങ്ങൾക്ക് ബിസിനസ്സാണ്. ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ് 5ാമത്തെ ദിവസം തൊട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നതാണ്. ഇത്രയും ദിവസമായി, ഇപ്പം 4 മാസം ജനുവരി 1-ാം തീയതി ആയിരുന്നു കൊച്ചുണ്ടായത്. ഇന്ന് ഈ ദിവസം വരെ ഒരു ദിവസം പോലെ ഈ കൊച്ചൊരു 100 കിലോമീറ്റർ കുറേ യാത്ര ചെയ്യുന്നുണ്ട്. ഒരു ജലദോഷമോ ഒരു പനിയോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ കൊച്ച് ഇതുവരെ നമുക്കൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വന്നിട്ടില്ല.
അത് അമ്മ മാതാവിൻ്റെ പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥന വഴി നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് അമ്മ മാതാവിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സദസ്സിൽ വന്നത്. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങാനും ഡ്രസ്സ് വാങ്ങാനും അതേപോലെ തന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ 1% ഞാൻ എല്ലാ മാസം വീടില്ലാത്തവർക്ക് വീട് വെക്കാനും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അനാഥാലയത്തിൽ വിട്ടുന്ന അമ്മമാരുള്ള അവർക്ക് ഞാൻ ഫുഡിനുള്ള പൈസയും അതേപോലെ തന്നെ അവർക്ക് മരുന്നിനുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഇത് മൂലം എനിക്ക് എൻ്റേതായ ഹോസ്പിറ്റൽ ബില്ലുകൾ കുറേ കുറഞ്ഞു കിട്ടി. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥനയും അതേപോലെ തന്നെ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ച് ഇന്ന് എൻ്റെ കൂടെ 2 പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ 20-ാം തീയതി റിസൾട്ട് എന്ന് പറഞ്ഞായിരുന്നു ആ കൊച്ചിന്ന് ഇവിടെ വന്നത്. അപ്പോൾ ഇന്ന് വണ്ടി കയറി ഞങ്ങൾ അരൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊച്ചിൻ്റെ CBC റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോനോട് ഞാൻ പറഞ്ഞു, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നീ പ്രാർത്ഥിച്ചോ, നീ ഉദ്ദേശിച്ച പെർസെൻറ്റേജ് മാർക്ക് കിട്ടുമെന്ന്. അങ്ങനെ ആ കൊച്ച് 92.4% ഇന്ന് വിജയശതമാനം കിട്ടി. അങ്ങനെ ആ പിള്ളേർ ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്. അപ്പം എനിക്ക് എത്ര പേരോട് പറയാൻ പറ്റുന്നുണ്ടോ അത്രയും പേരോട് ഞാൻ ഇവിടുത്തെ കൃപാസനത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് അതിൻ്റെ വഴി കുറേ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. കൃപാസനത്തോട്ട് കടന്നു വരുന്നതിന് മുമ്പാണ് ഇവിടെ നിൽക്കുന്ന 2 മൂത്ത കുഞ്ഞുങ്ങളുണ്ടായത്. അപ്പോൾ അവരെല്ലാവരും മാസം തികയാതെ പ്രസവിച്ചവരായിരുന്നു. നിയോനറ്റ് ICUവിലൊക്കെ ഒത്തിരി ദിവസം കിടക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ കൃപാസനത്തോട് കടന്നു വന്ന് ഈ മകള് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ 4 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ ഈ വിഷയം മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 34 ആഴ്ച പൂർത്തിയായിട്ടാണ് ഈ കുഞ്ഞിന് ജന്മം നൽകുന്നത്. ഒപ്പം തന്നെ സാക്ഷ്യത്തിൽ നമ്മളോട് പറഞ്ഞതുപോലെ 2 ആഴ്ച നിയോനറ്റ് ICUവിൽ കിടക്കണമെന്ന് പറഞ്ഞ കുഞ്ഞ് ഒരു 4 ദിവസത്തിനുള്ളിൽ 4 ദിവസത്തിനുള്ളിൽ അമ്മയുടെ കയ്യിൽ കിട്ടി. യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കറിയാം ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാതാവ് സമയത്തിൻ്റെ മേൽ മധ്യസ്ഥ സ്വാധീനമുള്ള വ്യക്തിയാണ്, വെളിവാക്കുന്ന വലിയൊരു സാക്ഷ്യമാണ്. അപ്പോൾ മാമോദീസ കഴിഞ്ഞ് ഉടനെ തന്നെ കൃപാസനത്തിന് അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് കുടുംബം നേർന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുമായിട്ട് ഈ വലിയ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് ഒരിക്കൽ കൂടി നമുക്ക് ദൈവമാതാവിൻ്റെ ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.